ഹായ് ഹലോ ഐ എം ജിഷ്ണു. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കാം, എക്സാമ്പിൾ എന്താ പറയുക, ഒരു ലാപ്ടോപ്പോ ഒരു ഫോണോ മേടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ യൂസേജ്, അതിൻ്റെ പ്രോഡക്റ്റ് അവൈലബിലിറ്റി എല്ലാം നമ്മൾ നോക്കിയായിരിക്കും മേടിക്കുന്നത്. അതായത് അതിന് നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നതാണോ, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഓരോ കാര്യങ്ങളും യൂട്യൂബിൽ കയറി നോക്കിയായിരിക്കും നമ്മളത് മേടിക്കുന്നത്. ഇൻ കേസ് ഇതിലൊരു കാറിലോട്ടാവട്ടെ, നമ്മൾ എന്തൊക്കെയായിരിക്കും നോക്കുന്നത്, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ആൻഡ് പെർഫോമൻസ്, മൈലേജ് എക്സെട്ര ആൻഡ് എക്സെട്ര. ഇതൊക്കെ ഒരു പ്രയോറിറ്റി ആയി, ഇതിനെല്ലാം ഒരു മുൻഗണന കൊടുത്ത് ഒരു കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനുമല്ല, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹ്യുണ്ടായി എന്ന വാഹന നിർമ്മാണ കമ്പനി ഒരു സബ് കോമ്പാക്ട് SUV നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഏറ്റവും പുതിയ ഹ്യുണ്ടായി എക്സ്റ്റർ. Into a lonely void and I can't get out. Hope for something magical, 'cause no one else seems to even bother. Looks like I'm on my own. എക്സ്റ്ററിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഹ്യുണ്ടായി എന്ന വാഹന നിർമ്മാണ കമ്പനിയെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം മലയാള ഭാഷയ്ക്ക് ഒരു പ്രയോറിറ്റി നൽകിയ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കമ്പനിയാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായി എക്സ്റ്ററിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ലോഞ്ചായി ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഐക്കോട്ടി അവാർഡ്, ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. വീഡിയോ ഒട്ടും തന്നെ ലാഗ് അടിപ്പിക്കുന്നില്ല. ഏവർക്കും JRS വ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഹ്യുണ്ടായുടെ ഏറ്റവും ഒരു ലോഗോ നമ്മൾ കാണാൻ കഴിയും. എന്നുള്ള ഏറ്റവും പുതിയ, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോഗോയാണ് ഹ്യുണ്ടായുടെ ഈ ഒരു ലോഗോ ഡിസൈൻ അടിപൊളിയാണ്. അതിന് തൊട്ടതായിട്ട് എക്സ്റ്റർ എന്നൊരു ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന് തൊട്ടതായിട്ട് ബമ്പർ യൂണിറ്റിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലൊരു ബമ്പർ യൂണിറ്റിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒരു എലഗൻസ് ആയിട്ടൊരു ഡിസൈൻ പാറ്റേണിലുണ്ട്. നോർമലി വാഹനത്തിലൊക്കെ വരുന്ന പോലെ ഹണിക്രോം ഡിസൈൻ അല്ല, ഒരു 3D ക്യൂബിക് ആ ഒരു ഡിസൈനിലാണ് വരുന്നത്. അതിൽ കൂടെ ചേർന്നാണ് ഹെഡ് ലാംപ്സിൻ്റെ യൂണിറ്റും വരുന്നത്. ഹെഡ് ലാംപ്സ് പ്രൊട്ടക്ട് ടൈപ്പ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. തൊട്ട് മുകളിലോട്ട് ഇവിടെയാണ് ആ ഒരു DRLM വരുന്നത്. DRL എസ് ഷേപ്ഡാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കും ഈ DRL തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതെന്ന്. ബട്ട് അങ്ങനെയല്ല. ഇതിന് തൊട്ട് പുറകിലായിട്ട്, അതായത് കണ്ടോ, ഇതിന് തൊട്ട് പുറകിലായിട്ടാണ് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗവും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് DRL പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ല, DRL വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആ DRLിന് തൊട്ട് ബാക്കിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, അത്രയേ ഉള്ളൂ. ഗുഡ്, ദാറ്റ്സ് ഗുഡ്. അതിന് തൊട്ട് താരമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ടർ ടൈപ്പിൽ ഹെഡ് ലാംപ്സും വരുന്നത്. ഫോഗ് ലാമ്പ് വരുന്നില്ല, കാരണം ആ ഒരു സെക്ഷനിൽ തന്നെയാണ് ഈ ഒരു ഹെഡ് ലാംപ്സ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് പ്ലസ് ഹെഡ് ലാംപ്സ് അങ്ങനെ ഒരു യൂണിറ്റിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ കഴിയും. ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം വരുന്നത് കാരണം അത്രയും വിസിബിലിറ്റി കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും, ഒരു കുറച്ച് ഡിഗ്രി ഇങ്ങോട്ട് ചരിഞ്ഞും ആണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു പ്രൊജക്ഷൻ ഇങ്ങോട്ടേക്കും ആ ഒരു ലൈറ്റിൻ്റെ ഭാഗം കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോഗ് ലാമ്പ് പ്ലസ് ഹെഡ് ലാംപ്സ് ആ ഒരു യൂണിറ്റ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതും എന്തുകൊണ്ട് നല്ലൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയണമെങ്കിൽ കുറേ ഉണ്ട്. 20-40+ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതിന് മെയിൻ കോമ്പറ്റീഷനായിട്ട് വരുന്ന ടാറ്റ പഞ്ചാണ്. ടാറ്റ പഞ്ചുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ 20+ യൂണിക് ഫീച്ചേഴ്സ് ഇതിന് കൂടുതലെന്നാണ് കമ്പനി ഇതിന് അവകാശപ്പെടുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് വഴി തന്നെ പരിചയപ്പെടാം. അത്യാവശ്യം വലിയൊരു വിൻഷീൽഡാണ് ഹ്യുണ്ടായി എക്സ്റ്ററിനായിട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി, പുറത്തോട്ടുള്ള വിസിബിലിറ്റി ഭയങ്കരമാണ്. കാരണം ഇതൊരു മിഡ് സൈസ് SUV ആണെങ്കിലും കറക്റ്റ് ഒരു പ്രോപ്പർ SUVയുടെ ഒരു ക്യാരക്ടേഴ്സ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു മിഡ് സൈസ് SUV എന്ന് പറയാൻ കഴിയില്ല. ബട്ട് എന്നിരുന്നാലും ഇതൊരു SUV ആണ്. ബാക്ക് ടു വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ വലിയൊരു വിൻഷീൽഡാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നിനും ഒരു തടസ്സവും കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് ആയാലും വൈപ്പേഴ്സൊക്കെ ടക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഡ്രൈവേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും വൈപ്പേഴ്സ് വരുന്നില്ല. സോ അതും എന്തുകൊണ്ടും നല്ലൊരു ഫീച്ചേഴ്സാണ് എനിക്ക് തോന്നുന്നത്. ഇനി അകത്ത് കയറുമ്പോൾ ഈ ഒരു വിൻഷീൽഡിൻ്റെ ഒരു പ്രധാന ഭാഗം ഞാൻ അകത്ത് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് പുറത്തുനിന്ന് പറയുന്നതിനേക്കാളും എനിക്ക് അകത്തുനിന്ന് പറയുന്നതിലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പല ആൾക്കാർക്ക് അത് അറിയായിരിക്കും, ബട്ട് എനിക്ക് അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഹ്യുണ്ടായുടെ വാഹനത്തിൽ അത് ആദ്യമായിട്ടല്ല, എന്നിരുന്നാലും ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് അതിമനോഹരമായ ഒരു അലോയ്സ് വീൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അലോയ് ഡ്യുവൽ ടോൺ അലോയ് കളേഴ്സാണ് നമുക്ക് വരുന്നത്. ഇതൊരു R15 ഇഞ്ചാണ് അലോയുടെ സൈസ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കും അലോയ്സും എല്ലാം കാണാൻ പ്രത്യേക ഭംഗിയുണ്ട്. 15 ഇഞ്ച് അലോയ് വീലാണ്. തൊട്ടുമായിട്ട് ഒരു ഗ്ലാഡിങ്സ് വരുന്നുണ്ടല്ലേ, ഈ ഗ്ലാഡിങ്സ് ഈ വാഹനത്തിൻ്റെ ചുറ്റും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പർ SUV-ത്വം ഇതിന് കൊടുക്കുന്നുണ്ട്. അത് കാണാനും ഭയങ്കര ഭംഗിയാണ്. കണ്ടില്ലേ, ഈ അലോയ്സും അതിന് ചുറ്റുമുള്ളൊരു
ഗ്ലാഡിങ്സ് കണ്ടില്ലേ. എനിക്ക് വാഹനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അതിൻ്റെ ക്യാരക്ടർ ലൈൻസ്, അല്ലെങ്കിൽ ഇതിനെ ഷോൾഡർ ലൈൻ എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഇതിനെ ക്യാരക്ടർ ലൈൻസ് ആണ് പറയുന്നത്. കറക്റ്റ് ഏതാണോ നിങ്ങൾക്കത് കമൻസിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. എനിവേ, ഈ ക്യാരക്ടർ ലൈൻസ് ഈ വാഹനത്തിന് ചുറ്റും വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് തുടങ്ങിയ ഈ ഫ്രണ്ട് ബോണറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയ ബാക്ക് വരെ പോകുന്നുണ്ട്. ബാക്ക് അവിടെ നിന്നിട്ട് ആ ഒരു ലൈൻ ബാക്ക് ടെയിൽ ലാംപ്സിൻ്റെ യൂണിറ്റ്സ് വരെ ഈ ഒരു ക്യാരക്ടർ ലൈൻ പോകുന്നുണ്ട്. തൊട്ട് മുകളിൽ തന്നെ ഒരു ഓവർവ്യൂ കാണുന്നുണ്ട്. ഓവർവ്യൂ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റഡ് ആണ്. ഈ ഇൻഡിക്കേറ്റേഴ്സിന് ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു ഡിസൈൻ, ഇത് ഈ അലോയ്സിലെ ഈ ഒരു ഡിസൈനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്ക് തോന്നുന്നോ അറിയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സും ആ ഒരു ഓവർവ്യൂം അത്യാവശ്യം നല്ല വലിയ വൈഡായിട്ടുള്ള ഓവർവ്യൂമാണ്. സൗണ്ടിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് കാണാനൊക്കെ നമുക്ക് ഏറ്റവും കുറവായിട്ട് നമുക്കിത് കാണിക്കാൻ കഴിയും. കണ്ടോ? ഇതാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ലെങ്ത് വരുമ്പോൾ 3815 mm ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുമ്പോൾ 1710, ഹൈറ്റ് 1631 ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2450 ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതായത് 2450 വീൽ ബേസ് വരുമ്പോൾ ഇതിൻ്റെ അകത്തെ ക്യാബിൻ സ്പേസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സോ ലോങ് യാത്ര പോകുന്ന സമയത്ത് നമുക്ക് അത്ര ബോഡി ക്ഷീണോ അങ്ങനെ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഈസി ടു ഡ്രൈവ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു റൂഫ് റെയിൽസ് നമുക്ക് ഈ വാഹനത്തിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിൽസാണ് ഈ വാഹനത്തിന് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എന്തുകൊണ്ട് നല്ലൊരു ഫീച്ചേഴ്സാണ് റൂഫ് റെയിൽ കൊടുത്തേക്കുന്നത്. ആ ഫ്രണ്ട് ബമ്പറിൽ കണ്ട അതേ ഒരു ക്യൂബിക് ഡിസൈൻ നമുക്കിവിടെ കാണാൻ കഴിയും. അതും ഒരു പറയാതിരിക്കാൻ വയ്യ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാഹനത്തിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. അത് കണ്ടില്ലേ, എൻ്റെ ആ ഒരു കൈയുടെ ആ ഒരു റിഫ്ലക്ഷനിൽ അടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. എനിക്ക് എന്തുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഹ്യുണ്ടായി എക്സ്റ്റർ ഈസ് ദ ബെസ്റ്റ്. ഇതാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ. ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, 391 ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് വരുന്നത് ഹ്യുണ്ടായി എക്സർ എന്ന വാഹനത്തിനാണ്. അതായത് ഇപ്പോൾ എന്നെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പോയാലും ആരും ഒന്നും അറിയത്തില്ല, അത്രയ്ക്ക് ബൂട്ട് സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 8 പെട്ടി നമുക്കിവിടെ കറക്റ്റായിട്ട് അടുക്കി വെച്ച് എവിടെ വേണോ പോവാം. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി സംബന്ധിക്കാൻ വയ്യ. ഹ്യുണ്ടായി താങ്ക്സ് ഫോർ ഗിവിങ് ദിസ് വാസ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള പാഴ്സൽ ട്രെയിൻ കാണാൻ കൊടുത്തിട്ടുണ്ട്. കൊള്ളാമല്ലേ, കണ്ടോ? പാഴ്സൽ ട്രെയിൻ നമുക്കിവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും എൻ്റെ ബൂട്ട് സ്പേസ് ടോട്ടൽ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഇനി ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത് ബൂട്ട് സ്പേസ് ഒട്ടും തന്നെ കളയാതെ അതിനടിയിൽ വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് നടുവിലായി ആ ഒരു ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു ഫീച്ചർ ഇതാണത്. പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഹ്യുണ്ടായുടെ ഒരു ലോഗോ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഏറ്റവും പുതിയ ലോഗോ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് താഴെ എക്സ്റ്റർ എന്നൊരു ബാഡ്ജിങ് കാണാൻ കഴിയുന്നത്. ഈ ബാഡ്ജിങ്ങിൻ്റെ ആ ഒരു റിട്ടേൺ സ്റ്റൈൽ ഞാൻ എവിടെയൊക്കെ കണ്ടു മറന്നൊരു റിട്ടേൺ സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്തേക്കുക. അതിന് തൊട്ടുമുകളിലായി ആ ഒരു ക്യൂബിക് ഡിസൈൻ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ ഒരു ക്യൂബിക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ SX എന്നൊരു ഓപ്ഷൻ, അതായത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിളാണ് SX എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും അതേ ഒരു ഡിസൈൻ പാറ്റേണിലാണ്, അതായത് ആ എക്സ്റ്റർ എന്ന് എഴുതിയിരിക്കുന്ന അതേ ഒരു ഡിസൈൻ പാറ്റേണിലാണ് ഈ ഒരു SXും കൊടുത്തേക്കുന്നത്. അതിന് മുകളിലായിട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ്, അതായത് ബേസ് ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് എക്സോറും 6 lakhs താഴെയാണ് ഇതിൻ്റെ എക്സോറും വരുന്നത്. അത്രയും വരുമ്പോൾ തന്നെ ആ ഒരു വേരിയൻസിലും 6 എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഹ്യുണ്ടായി ഒട്ടും തന്നെ പുറകിലോട്ട് പോയിട്ടില്ല. ഏത് വേരിയൻസ് എടുത്താലും 6 എയർ ബാഗ്, ഗ്രേറ്റ്. അതിന് മുകളിലായി ഒരു നല്ല സ്പോർട്ടി ലുക്കിലൊരു സ്പോയിലർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സ്പോർട്ടി ലുക്കിലൊരു സ്പോയിലർ അടിപൊളി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വൈപ്പറിൻ്റെ വാഷർ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പുറകിൽ വൈപ്പറിൻ്റെ വാഷറുണ്ട്. ഡിഫോഗർ ലൈൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഹ്യുണ്ടായുടെ ലോഗോയ്ക്ക് താഴെയായിട്ടാണ് റിവേഴ്സ് ക്യാമറയും നമുക്ക് വരുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് ഹ്യുണ്ടായി എക്സറിലേക്ക് നമുക്ക് തന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ മ്യൂസിക് കാര്യങ്ങളൊക്കെ കേൾക്കാൻ FM റേഡിയോ ആ ഒരു ഫ്രീക്വൻസി ലഭിക്കാൻ ഷാർക്ക് ഫിൻ ആൻറ്റിന എന്തുകൊണ്ടും പ്രയോജനമാണ്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് ഹ്യുണ്ടായി എക്സറിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഇന്ത്യയിലേക്ക് കയറി വെക്കാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് പുറകിലത്തെ സീറ്റിലൊന്ന് കയറി നോക്കട്ടെ. ഓഫ് എൻ്റെ മോനെ, ഞാനൊരു കാര്യം കാണിച്ചു തരാം, നോക്കിക്കോ. കണ്ടോ ആ ഒരു ടക്ക് ടക്ക് സൗണ്ട്, അത് വെച്ച് നമുക്ക് മനസ്സിലാക്കുക ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്താണെന്ന്. അത്രയ്ക്കും, കാരണം ഹെവി ആയിട്ടുള്ള ഡോറാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. സൗണ്ടിന് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറി നോക്കാം. ഇൻറ്റീരിയർ കയറുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള തൈ സപ്പോർട്ട് ഇതിന് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം തൈ സപ്പോർട്ട് വരുന്നുണ്ട്. പുറകിൽ നമുക്ക് ആംറസ്റ്റോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. ഹെഡ് റെസ്റ്റ് രണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് വരുന്നത്. 3 പിൻ കാര്യങ്ങളൊക്കെ, സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, നൈസാണ്. ഞാൻ വേറൊരു ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ്. അതായത് എൻ്റെ 5 വിരളല്ല, 5, 10, 15, 20, ഒരു 20 വിരലിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഞാൻ ഇരിക്കുന്ന എൻ്റെ തലയും ഇത്രയും ആ ഒരു ടോപ്പും തമ്മിലുണ്ട്. അതായത് സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഹെഡ് റൂം ഉള്ള വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഒരു സബ് കോമ്പാറ്റീവിൽ ഇത്രയും ഹെഡ് റൂം ഉള്ളൊരു വാഹനം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും, അതായത് നല്ലൊരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോങ്ങിൽ പോകുന്ന സമയത്ത് വാവ്, അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പിടിക്കാനുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. ഒരു സോഫ്റ്റ് ടച്ചിലാണ് അതും പോകുന്നത്. ഒരു ഹാങ്ങർ ഇവിടെ അവൈലബിൾ ആണ്. കൊള്ളാമല്ലേ എക്സ്റ്ററിൻ്റെ ബാക്ക് പ്രൊഫൈൽ. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കണ്ടോ, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു നോർമൽ LED ഒന്നും അല്ല, നോർമൽ ലൈറ്റാണ് വരുന്നത്. യെല്ലോ കളർ നോർമൽ ലൈറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബാക്ക് പ്രൊഫൈൽ. കണ്ടില്ലേ, ഇത്രയും ഒരു 4 പേർക്ക് സുഖകരമായിട്ട് ലോങ് യാത്ര പോകാൻ പറ്റുന്നതാണ്. ഈ ഡ്രൈവർ സൈഡിൽ ഈ സീറ്റ് നമുക്ക് ഏറ്റവും പുറലോട്ടിട്ടാലും എൻ്റെ കാലം അധികമായിട്ട് തട്ടുന്നില്ല. എനിക്ക് അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാലൊക്കെ നല്ല നീട്ടി വെച്ച് തന്നെ യാത്ര ചെയ്യാനുള്ള ഇതിലാണ്. ഇപ്പം കണ്ടോ, 1, 2, 3, 4 4 പേർക്ക് എത്ര ലോങ് പോയാലും അടിപൊളിയായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന വാഹനമാണ് എക്സ്ആർ. ഇത്രയും സ്പേസ്, ഷോൾഡർ 4 പേര് മുമ്പ് ഷോൾഡർ ടച്ച് ചെയ്ത് പോകാം, എന്നാലും കുഴപ്പമില്ല. ഇത്രയും സ്പേസുള്ള വാഹനം സബ് കോമ്പാക്ട് SUV ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ താങ്ക്സ് ടു ഹ്യുണ്ടായി. മാത്രമല്ല പുറകിൽ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. 1, 2, പിന്നെ ഇവിടെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റും ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. സോ പുറകിലിരിക്കുമ്പോഴത്തേക്കും സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല. സേഫ്റ്റിയുടെ കാര്യത്തിലും ഹ്യുണ്ടായി എക്സ്റ്റർ മുൻപന്തിയിൽ തന്നെയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റാണ്. ഡ്രൈവർ സീറ്റിലേക്കാണ്. ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ റിക്യൂ സെൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പോലെ റിക്യൂ സെൻസേഴ്സ് നമുക്ക് ഡ്രൈവർ സീറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇതാണ് ഹ്യുണ്ടായി എന്ന വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയറാണ്. ഒരു ബ്ലാക്ക് തീം, കംപ്ലീറ്റ്ലി ബ്ലാക്ക് തീമായിട്ട് വരുന്ന ഇൻറ്റീരിയർ. ഇത് ഈ സീറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഫാബ്രിക് പ്ലസ് ലെതറായിട്ടുള്ള സീറ്റാണ് വരുന്നത്. കണ്ടില്ലേ, ഇതാണ്. ബട്ട് അകത്തേക്ക് നമുക്ക് ഡോറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡോറിലേക്ക് വരുമ്പോൾ ഡോറും കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത്. അതായത് ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇവിടെ ഒരു ട്രൈ ആരോ ഡിസൈൻ. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനി ആയിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇത് ഏതാണെന്ന്. അതായത് നമ്മളിപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഇത് ട്രൈ ആരോ ഡിസൈൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ മുമ്പത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലേ, അതുപോലെ ഒന്ന് വിചാരിച്ചോ. എവിടെയാണ് ഇത് നിങ്ങൾ കണ്ടിരിക്കുന്നത്? എൻ്റെ ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലിമിറ്റ്. നമുക്ക് ഡോർ ഹാൻഡ്സും കാര്യങ്ങളെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഒരു തീമിലാണ് വരുന്നത്. അതിന് തൊട്ടതായിട്ട് നമുക്ക് മിറേഴ്സിൻ്റെ കൺട്രോളും കഴിയുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ ഓക്കെ, അൺഫോൾഡ്, തുറക്ക്. ഓക്കെ, തുറന്നിട്ടുണ്ട്. അതിന് തൊട്ടതായിട്ട് നമുക്ക് ഡോർ അൺലോക്ക് കാര്യങ്ങളൊക്കെ, സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. മിറേഴ്സ്, വിൻഡോസിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് പ്ലസ് ഒരു ഹാങ്ങിങ്ങിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അതിന് തൊട്ടതായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സ്പീക്കർ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് എക്സ്റ്ററിൻ്റെ ഇൻറ്റീരിയർ. ഒരു കോക്ക്പിറ്റ്. കൊള്ളാമല്ലേ, അടിപൊളി. ഹ്യുണ്ടായുടെ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണുന്നുണ്ട്. AC യൂണിറ്റ്സ് കാണാനെല്ലാം കാണുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നിന്ന് തുടങ്ങാം. സ്റ്റിയറിംഗിൽ വരുമ്പോഴത്തേക്കും ഹ്യുണ്ടായുടെ ഒരു ലോഗോ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് മീഡിയയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ കാര്യം കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് പുറകിലെ റൈറ്റ് സൈഡിലേക്ക് ലൈറ്റ്സിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കണ്ടോ, ലൈറ്റ്സിൻ്റെ കൺട്രോളും കാര്യങ്ങൾ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വൈപ്പർ, അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും തൊട്ട് പുറകിലായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്.
എന്തുകൊണ്ട് നല്ല റൗണ്ട് ഷേപ്ഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്, ലെതർ വാപ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. പിടിക്കാനൊക്കെ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം അടിപൊളിയാണ്, കൊള്ളാമല്ലേ. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കാണാം. ആണ് ഹ്യുണ്ടായി എക്സൻ്റെ ക്ലസ്റ്റർ വരുന്നത്. നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് കിലോമീറ്റർ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഫ്യൂലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇപ്പുറ സൈഡിലായിരിക്കും വരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോർമലി വരുന്നത് പോലെ തന്നെ എല്ലാം വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം വരുന്നുണ്ട്. എത്ര കിലോമീറ്ററിന് ഫ്യൂൽ ഓടും എന്ന കാര്യത്തിലൊക്കെ എല്ലാം നോർമലി വരുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നല്ല കാണാനും നല്ല എലഗൻസ് ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് ഹ്യുണ്ടായി എക്സറിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം പറയുമ്പോൾ ഒരു 8 ഇഞ്ച് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ മാപ്പ്, നാവിഗേഷൻ കാര്യങ്ങളെല്ലാം ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ ഓപ്പോസിറ്റ്. കറക്റ്റ് ക്രിസ്ത്യൻ കോളേജ് ഇതും അവിടെയാണ് ക്രിസ്ത്യൻ കോളേജ് വരുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട പോപ്പുലർ ഹ്യുണ്ടായിലാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മാപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാ ഇവിടെ കാട്ടാക്കട എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 4:30 ഓക്കെ ലെവിറ്റ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. സെറ്റപ്സ് 6 ട്രാക്ക് കാര്യങ്ങളെല്ലാം, മീഡിയ, റേഡിയോ, നാവിഗേഷൻ, മാപ്പ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. വോളിയം അപ്പ് ഡൗൺ. ഇതിപ്പോൾ ഇതായത് കൊണ്ട് നാവിഗേഷൻ ആയതുകൊണ്ട് സൂം ഔട്ട് സൂം ഇന്നൊക്കെയാണ് വരുന്നത്. ഇത് മീഡിയയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇത് എവിടെയാണ് വോളിയം വരുന്നത് കേട്ടോ, വോളിയം. ഇതൊക്കെയാണ് വോളിയത്തിൻ്റെ ബട്ടൺ വരുന്നത് കാണാൻ. വാ ഗുഡ്. അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാനിത് ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് എനിക്ക് തോന്നിയതാണോ എന്നറിയത്തില്ല. ഞങ്ങൾ ഈ ഹ്യുണ്ടായി, അതായത് ഹ്യുണ്ടായി പോലത്തെ ഹ്യുണ്ടായി എടുക്കാം, BMW അങ്ങനെയുള്ള വാഹനങ്ങൾ, അതായത് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ കാണാനല്ലേ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ഇതിലേക്ക് വരുന്നത്, അതുപോലെ ക്ലസ്റ്ററിലേക്ക് വരുന്നത്. അതുപോലെ കണ്ടോ ഈ ക്ലസ്റ്ററിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് കണക്റ്റഡ് ആയിട്ട് വരുന്നൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നല്ലൊരു അടിപൊളി കാണാൻ ഒരു യൂണിക് സീക്വൻസ് ഇതിൽ വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, കൊള്ളാം. തൊട്ട് താഴേക്ക് വരുമ്പോൾ AC വെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നടുക്കായിട്ടൊരു ഹസാർഡിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്തായിട്ട് തന്നെ ACയുടെ കൺട്രോൾസിൻ്റെ കാര്യം വരുന്നുണ്ട്. റെയറിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ACയുടെ കൺട്രോൾസിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു Type C പോർട്ട് വരുന്നുണ്ട്, ഒരു പവർ സോക്കറ്റ് വരുന്നുണ്ട്, ഒരു USB ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഇത് മൂന്നും പോരാഞ്ഞിട്ട് ഒരു വയർലെസ് ചാർജറും നമുക്ക് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഹ്യുണ്ടായി എക്സ്റ്റർ നമുക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ തരാം. ആ ഒരു കോൺസെപ്റ്റിലാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന വാഹനം നമുക്ക് തന്നിരിക്കുന്നത്. തൊട്ടിപ്പുറത്തായിട്ടൊരു ഗിയർ നോബ് വരുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ നോബാണ് വരുന്നത്. 6 സ്പീഡ് AMT ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. AMT അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ AMT വരുമ്പോൾ ഇതിന് പാഡൽ ഷിഫ്റ്റേഴ്സും കൂടെ അവൈലബിൾ ആണ്. സെഗ്മെൻറ്റ് വൈസിൽ വേറെ പാഡൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് വരുമായിരിക്കും? നമ്മുടെ കിയ സോണറ്റിന് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, കിയ സോണറ്റും സൗത്ത് കോർണറാണ്, ഇതും സൗത്ത് കോർണർ, ഏകദേശം രണ്ടും സെയിം ആണ്. എനിവേസ് അതിനേക്കാളും കുറച്ചുകൂടെ എലഗൻസ് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ ഒരു ചിന്താഗതി ഒന്നല്ല. സോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്ക് ടു വീഡിയോ. ആ ഒരു 5 സ്പീഡ് ഗിയർ നോബ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗിയർ നോബ് അത്യാവശ്യം അടിപൊളിയാണ്. ഇപ്പോൾ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, കാണാൻ അകത്തൊരു ക്രോം ഫിനിഷിലാണ് 1 2 3 4 5 റിവേഴ്സ് വരുന്നത്. അതിന് ചുറ്റുമായിട്ടൊരു ക്രോം ഫിനിഷ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലെതർ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങൾ അതും ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ടൊരു ഡിസൈൻ എലമെൻറ്റ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. അതിന് തൊട്ട് താഴെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. എക്സൻ്റെ കീലെസ് എൻട്രി ആണ്. ലോക്ക് അൺലോക്ക് ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ ബൂട്ട് അൺലോക്ക് ആവും. അത്രയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെക്കാനിക് കീയും അവൈലബിൾ ആണ്. കണ്ടില്ലേ, വളരെ പ്രീമിയം, നൈസ്. അടുത്ത എനിക്ക് പറയാനുള്ളത് ഒരു IRVMൻ്റെ കാര്യമാണ്. ഓട്ടോ IRVM ആണ് വരുന്നത്. ആണല്ലേ, ഇതിൽ നമുക്ക് SOS ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി നമുക്ക് ഇതിലും അവൈലബിൾ. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. പ്ലസ് ഹ്യുണ്ടായുടെ തന്നെ ബ്ലൂ ലിങ്ക് എന്നുള്ള ആ ഒരു ആപ്പ് നമുക്ക് ഇതിൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഹ്യുണ്ടായുടെ ഒരു ലെഗസി ആയിട്ടുള്ളൊരു ആപ്പാണ് ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞാൽ. ഹ്യുണ്ടായി വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഈ ഷോറൂമിലായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നിങ്ങളിപ്പോൾ ഈ വാഹനം എടുക്കാനോ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഏത് വാഹനമായാലും നിങ്ങൾക്ക് എടുക്കാനോ അല്ലെങ്കിൽ ബുക്കിങ്സ് അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ബാക്ക് ടു വീഡിയോ. പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള IRV നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആണ് തൊട്ട് പുറകിലായിട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കണ്ടില്ലേ, ഡാഷ് ക്യാം നമുക്കിതിൽ അവൈലബിൾ ആണ്.
ഡാഷ് ക്യാമിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഡാഷ് ക്യാം. അതും ഈ വാഹനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഡാഷിലേക്ക് പോകുമ്പോഴത്തേക്കും ഡാഷിലും ഡാഷ്ബോർഡിലും ആ ഒരു ട്രൈ ആരോ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു AC വെൻസ് കാണാം. ഈ AC വെൻസിന് കാണുമ്പോൾ നമ്മുടെ ഒരു മെഴ്സീഡീസിൻ്റെ ഒരു AC വെൻസിൻ്റെ ഒരു കട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ തൊട്ടതായിട്ട് ചെറിയൊരു സ്റ്റോറേജ് അവൈലബിൾ ആണ്. അതിൻ്റെ താഴത്ത് നമുക്ക് ഗ്ലോ ബോക്സ് വരുന്നത്. ഗ്ലോ ബോക്സ് ചിൽഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂളിംഗ് ഫംഗ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ലോങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് മെഡിസിൻസോ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് കുറച്ച് ഫ്രഷ്മെൻറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഡ്രിങ്ക്സോ കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. എന്തുകൊണ്ട് നല്ലൊരു ഫീച്ചറാണ് ചിൽഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ ലുക്ക് വരുന്നത്. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പം നമുക്കൊരു വൈസർ അവൈലബിൾ ആണ്. ടിക്കറ്റ് ഹോൾഡേഴ്സ് മാത്രമാണ് വരുന്നത്. മിററോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉണ്ടല്ലേ, അതും നോർമൽ ഹാലജൻ ബൾബാണ് വരുന്നത്. അവിടെ ആയിട്ടൊരു സൺറൂഫിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ടുള്ള സൺറൂഫാണ് വരുന്നത്. കണ്ടില്ലേ, ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള സൺറൂഫ് കാര്യങ്ങളൊക്കെ തന്നെ എക്സ്റ്ററിന് ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു മിററും കൂടെ ആഡ് ആകുന്നു. സൺറൈസിൻ്റെ കൂടെ തന്നെ ഒരു മിററും കൂടെ ആഡ് ആകുന്നുണ്ട്. കൊള്ളാം. അത് എക്സ്പാൻഡബിൾ ആണ്. ഓക്കെ, എക്സ്പാൻഡബിൾ ആണ്. അത് ഡ്രൈവർ സൈഡിൽ എക്സ്പാൻഡബിൾ ആണോ എന്നറിയത്തില്ല, നോക്കട്ടെ. ഡ്രൈവർ സൈഡിലതും എക്സ്പാൻഡബിൾ ആണ്. കണ്ടില്ലേ, നൈസ്. നോർമലായിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ് ഹ്യുണ്ടായി എക്സറിന് കൊടുത്തേക്കുന്നത്. ആ ഹാൻഡ് ബ്രേക്കിൽ തന്നെ ആ ഒരു ബട്ടണും കാണാനുള്ള ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രീമിയം ടച്ച് നൽകുന്നുണ്ട്. അത്യാവശ്യം കാണാനൊക്കെ അടിപൊളിയാണ്. കൊള്ളാം. എനിക്ക് ഈ വാഹനത്തിൽ എടുത്ത് പറയാനുള്ള കാര്യം, അതായത് ഒരു 10 അല്ലെങ്കിൽ 10.5 ലക്ഷത്തിന് താഴെ ഓൺ റോഡ് വരുന്ന വാഹനമാണ്. ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം, വയർലെസ് പവർ ചാർജ് എല്ലാം, ഇൻബിൽട്ട് നാവിഗേഷൻ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിലില്ലാത്തൊരു കാര്യം ആംബ്രസ്റ്റ്. കണ്ടില്ലേ, റെയർ AC വെൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ചാർജർ ഉൾപ്പെടെ നമുക്ക് ഇതിൽ റെയർ AC വെൻസിൽ അവൈലബിൾ ആണ്. പക്ഷേ ആ ഭാഗത്തൊരു ആംബ്രസ്റ്റിൻ്റെ കുറവ് വരുന്നുണ്ട്. എന്നെ അപേക്ഷിച്ച് എനിക്ക് ആംബ്രസ്റ്റ് വളരെ ഉപകാരമാണ്. കാരണം വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ വൺ ഹാൻഡ് ഡ്രൈവാണ്. ഒന്നെങ്കിൽ എൻ്റെ കൈ ഗിയറിലായിരിക്കും, അല്ലെങ്കിൽ ആംബ്രസ്റ്റിലായിരിക്കും എൻ്റെ കൈ ഇരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് മാത്രമായിരിക്കും ഞാൻ ഡ്രൈവിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ ലോങ് പോകുന്ന ടൈമിൽ എനിക്ക് ആംബ്രസ്റ്റ് എന്തുകൊണ്ടും അത്യാവശ്യമാണ്. ഇതിൽ വരുമ്പോഴത്തേക്ക് ആംബ്രസ്റ്റ് നമുക്ക് ആക്സസറീസിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. സോ ആംബ്രസ്റ്റ് ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നല്ല ബാക്കി കംഫോർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാരണം സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സീറ്റ്സാണ്. തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കണ്ടില്ലേ, തൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കറക്റ്റ് ഒരു റൈഡിങ് പൊസിഷനിലിരിക്കാം. വിൻഷീൽഡ് പറയുമ്പോഴത്തേക്കും കണ്ടോ, എന്ത് ഭയങ്കരമായിട്ട് വരുന്നത്. കാരണം ഒരു ഡ്രൈവർ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ബോണറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് എൻ്റെ ഇൻറ്റീരിയറിലേക്ക് പറയാൻ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇത്ര തന്നെയാണ്. അടുത്തതിൻ്റെ ഫ്രണ്ടിലത്തെ നമുക്ക് ആ ഒരു ഹെഡ് റൂം കണ്ടില്ലേ, ഫ്രണ്ടിലും ഇത്രയും ഹെഡ്, അതായത് എൻ്റെ 5 വിരൽ പ്ലസ് ഒരു 5 വിരൽ, അങ്ങനെ 10 വിരൽ. ബാക്കിൽ 15 ആണെങ്കിൽ ഫ്രണ്ടിൽ 10 വിരൽ. അത്രയും ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിലും വരുന്നുണ്ട്. വെരി ഗുഡ്. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ടു ഹ്യുണ്ടായി എക്സ്റ്റർ. ഇനി നമുക്ക് കാണേണ്ടത് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഹൃദയഭാഗം കണ്ടിട്ട് വരാം. ഇതാണ് ഹ്യുണ്ടായി എക്സറിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. 4 സിലിണ്ടർ 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പവർ വരുമ്പോൾ 83 PS ആയിരിക്കും ഇതിൻ്റെ പവർ വരുന്നത്. 113.8 mm ആയിരിക്കും ഇതിൻ്റെ ടോർക്കും വരുന്നത്. നമുക്കൊരു CNG എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഇത് അവൈലബിൾ ആണ്. CNG വരുമ്പോൾ ബൈഫ്യൂവൽ കാപ്പ പെട്രോൾ എഞ്ചിനായിരിക്കും വരുന്നത്. അതിൻ്റെ പവർ വരുമ്പോൾ 16 PS ആയിരിക്കും പവർ വരുന്നത്. 95.2 Nm ആയിരിക്കും ടോർക്കും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ എഞ്ചിനെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ഒരു അടുക്കും ചിട്ടയിലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോർഷനാണ് വരുന്നത്. കാണാനും അത്യാവശ്യം പ്രീമിയമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഹ്യുണ്ടായി എക്സർ എന്ന വാഹനത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻസിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് അതൊക്കെ അടുത്ത വീട്ടിലേക്ക് ശരിയാക്കാം. അതുമാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് പോപ്പുലർ ഹ്യുണ്ടായിലാണ്. കാട്ടാക്കട, കാരക്കമംഗലം, വർക്കല, കഴക്കൂട്ടം എന്നീ 4 ബ്രാഞ്ചുകൾ നമുക്ക് ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് ബുക്കിംഗ്സോ കാണാൻ അല്ലെങ്കിൽ ഹ്യുണ്ടായിൻ്റെ ഏത് വാഹനമായിക്കോട്ടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ
ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കാണാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വാഹനമായി മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ജിഷ്ണു. ബൈ, ഗുഡ് ബൈ, ബൈ.